കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 508. സൂറത്ത് ഹൂദ് ആയത്തുകൾ 1 മുതൽ 14 വരെ, പേജ് നമ്പർ 776. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു ثم فصلت من لدن حكيم خبير ألا تعبدوا إلا الله إنني لكم منه نذير وبشير وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى ويؤتي كل ذي فضل فضله وإن تولوا فإني أخاف عليكم عذاب يوم كبير إلى الله مرجعكم وهو على كل شيء قدير ألا إنهم يثنون صدورهم ليستخفوا منه ألا حين يستغشون ثيابهم يعلم ما يسرون وما يعلنون إنه عليم بذات الصدور وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين ولئن أخرنا عنهم العذاب إلى أمة معدودة ليقولن ما يحبسه على يوم يأتيهم ليس مصروفا عنهم وحاق بهم ما كانوا به يستهزئون ولئن أذقنا الإنسان منا رحمة ثم نزعناها منه إنه ليئوس كفور ولئن أذقناه نعماء بعد ضراء مسته ليقولن ذهب السيئات عني إنه لفرح فخور إلا الذين صبروا وعملوا الصالحات أولئك لهم مغفرة وأجر كبير فلعلك تارك بعض ما يوحى إليك وضائق به صدرك أن يقولوا لولا أنزل عليه كنز أو جاء معه ملك إنما أنت نذير
വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വകീൽ. അം യഖൂലൂന ഇഫ്തറാഹ് ഖുൽ ഫഅ്തൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത് വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും صادقين فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله وأن لا إله إلا هو فهل أنتم مسلمون. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 509. സൂറത്ത് ഹൂദ് 11ാമത്തെ സൂറത്ത് മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 123. സൂറത്ത് യൂനുസിലെ വിഷയങ്ങൾ തന്നെയാണ് ഇതിലുമെങ്കിലും അതിൽ വിശദീകരിച്ച കാര്യങ്ങൾ ഇതിൽ സംക്ഷിപ്തമായവ ഇതിൽ വിശദീകരിച്ചും പ്രതിപാദിക്കുന്നു. അന്ത്യനാളിലെ അവസ്ഥകളെക്കുറിച്ചും മറ്റും മനസ്സിനെ ഉലക്കുന്ന ശൈലിയിൽ വിവരിക്കുന്നത് കൊണ്ടാവാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൂദ് എന്നെ നരപ്പിച്ചു എന്ന് പറഞ്ഞത്. 50ാം സൂക്തം മുതൽ 60ാം സൂക്തം വരെ ഹൂദിനെയും അലൈഹിസ്സലാം ജനതയെയും സംബന്ധിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. 1. അലിഫ് ലാം റ. അലിഫ് ലാം റ. ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന ഇത്തരം കേവലാക്ഷരങ്ങളെ കുറിച്ച് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു. ഇതൊരു പ്രമാണ ഗ്രന്ഥം, അതിലെ സൂക്തങ്ങൾ ആശയബദ്ധതയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു. പിന്നീടത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു അഗാധജ്ഞാനമുള്ളവനും സൂക്ഷ്മജ്ഞാനമുള്ളവനുമായ ഒരുവന്റെ പക്കൽ നിന്ന്. ഈ മഹത്തായ ഗ്രന്ഥം വളരെ വ്യക്തവും യുക്തവും ആശയസമ്പന്നവും കാര്യമാത്ര പ്രസക്തവുമാണ്. വിഷയങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. ആയത്ത് 2. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഈ വിഷയം ബുദ്ധിയുള്ള ഏതൊരാൾക്കും ദൃഢബോധ്യം വരത്തക്കവണ്ണം ഖുർആനിൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇബാദത്തിന് ആരാധിക്കുക എന്നാണ് നാം അർത്ഥം പറഞ്ഞത്. അപ്പോൾ വേറെ ആരെയും ആരാധിക്കുവാൻ ഒരിക്കലും പാടില്ലെന്ന് വന്നു. അള്ളാഹുവിനെ അല്ലാതെ അനുസരിക്കരുതെന്ന് ഇവിടെ ചിലർ അർത്ഥം പറയുന്നുണ്ട്. അത് മഹാ തെറ്റാണ്. കാരണം വേറെ പലരെയും അനുസരിക്കുവാൻ അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രവാചകനെ അനുസരിച്ചാലേ മുസ്ലിം ആവുകയുള്ളൂ എന്നതാണ്. ഇബാദത്ത് പ്രവാചകന് ഒരിക്കലും പാടില്ല. ഇബാദത്തിന് അനുസരണം എന്നാണ് അർത്ഥമെങ്കിൽ പ്രവാചകന് ഇബാദത്ത് ചെയ്താലേ മുസ്ലിം ആവുകയുള്ളൂ എന്ന് വരും. മഹാകുഴപ്പം തന്നെ. ഇങ്ങനെ അർത്ഥം വെച്ചാൽ ഖുർആനിൽ പരസ്പര വൈരുദ്ധ്യം വന്നുകൂടും എന്നത് വേറെ വിഷയം. അള്ളാഹുവിനല്ലാതെ നിങ്ങൾ അടിമപ്പെടരുത് എന്നും ചിലർ അർത്ഥം പറയുന്നു. അതും ശരിയല്ല. അടിമത്തത്തിന് ഇബാദത്ത് എന്ന് അറബികൾ പറഞ്ഞിട്ടില്ല. ഒരു അടിമ യജമാനന് അടിമവേല ചെയ്താൽ ഇബാദത്ത് ചെയ്തു എന്ന് പറയുകയില്ലെന്ന് ലിസാനുൽ അറബിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ ഒരു കാര്യം ഉണർത്തുന്നു. അബദ എന്ന ഫിഅല് അഥവാ ഫിഅലിന് അടിമപ്പെട്ടു എന്ന് അർത്ഥം വെച്ചാൽ അത് ലാസിം അകർമ്മകം ആയിത്തീരും. ഈ ഫിഅല് ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ സാഹിത്യത്തിലാകട്ടെ മുത്തഅദ്ദി സൽക്കർമ്മം ആയിട്ടല്ലാതെ വന്നിട്ടില്ല. അതുകൊണ്ട് അടിമപ്പെട്ടു എന്നർത്ഥം പറയുന്നത് മഹാ തെറ്റാകുന്നു. അതിൻ്റെ ഫിഅല് അബുദ എന്നാണ്. അബുദയും തമ്മിൽ വേർതിരിച്ചറിയാത്തത് കൊണ്ട് പലർക്കും പിഴവ് പറ്റിയിരിക്കുന്നു. വലിയ മഹാന്മാർക്ക് പോലും ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിശദീകരണം വന്നിട്ടുണ്ട്. ഇന്നനീ ലക്കും മിൻഹു നദീറും വ ബഷീർ. നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള താക്കീതുകാരനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമാകുന്നു. ഇതിലുള്ളതല്ല, ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയാം. അതായത് ഇവിടെ അനുസരണം എന്നത് അള്ളാഹുവിന് ഉള്ള അനുസരണം അവനുള്ള ഇബാദത്താണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അനുസരണം, മാതാപിതാക്കൾക്കുള്ള അനുസരണം, ഇതൊന്നും അവർക്കുള്ള ഇബാദത്ത് അല്ല. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള അനുസരണം അള്ളാഹുവിന് മാത്രം ആണ്. ത്വാഅത്ത്.
പേജ് 777 ആയത്ത് 3. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുകയും ചെയ്യുവീൻ എന്നും. സുമ്മ തൂബു ഇലൈഹി, പിന്നെ അവങ്കലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുവീൻ. യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല സുഖം അനുഭവിപ്പിക്കും. വയുഅ്തി കുല്ലദീ ഫദ്ലിൻ ഫദ്ലഹ്, ഉത്കൃഷ്ട ഗുണമുള്ള എല്ലാവർക്കും അവൻ്റെ ഔദാര്യം നൽകുന്നതാണ്. വഇൻ തവല്ലൂ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ നിശ്ചയമായും ഭയപ്പെടുന്നു. ആയത്ത് 4. ഇലല്ലാഹി മർജിഉകും, നിങ്ങളുടെ മടക്കം അല്ലാഹുവിങ്കലേക്ക് തന്നെയാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ സംഗതിക്കും കഴിവുള്ളവനാണ്. ആയത്ത് 5. അലാ ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫൂ മിൻഹു, ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൽ നിന്ന് ഒളിക്കുവാൻ വേണ്ടി അവർ അവരുടെ നെഞ്ചുകൾ തിരിക്കുന്നു. അലാ ഹീന യസ്തഗ്ശൂന സിയാബഹും, ശ്രദ്ധിക്കുക, അവർ അവരുടെ വസ്ത്രങ്ങൾ പുതച്ചു മൂടുമ്പോൾ. യഅലമു മാ യുസിറൂന വമാ യുലിനൂൻ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിശ്ചയമായും ഹൃദയങ്ങളിലുള്ളത് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അവൻ. അള്ളാഹു അറിയാതെ ഒന്നും മറച്ചു പിടിക്കാൻ ആർക്കും സാധ്യമല്ല. പ്രവാചകൻ ജനങ്ങളെ ഖുർആൻ കേൾപ്പിക്കുമ്പോൾ അവിശ്വാസികൾ തിരിഞ്ഞും ഒളിഞ്ഞും പോകും. നെഞ്ചുകൾ തിരിച്ചു പിടിച്ചു നടക്കുന്നത് വെറുപ്പ് പ്രകടമാക്കി അവഗണിക്കുമ്പോഴാണ്. ഇഷ്ടവും സന്തോഷവും ഉണ്ടാകുമ്പോൾ മുഖവും നെഞ്ചും മുന്നോട്ടാക്കിയാണല്ലോ വരിക. ഏതായിരുന്നാലും അവിശ്വാസികൾ രക്ഷപ്പെടുമെന്ന് കരുതേണ്ട. അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. അവർ രാത്രിയിൽ പുതപ്പിട്ട് മൂടിപ്പുതച്ച് കിടക്കുമ്പോഴും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 510, സൂറത്ത് ഹൂദ് ആയത്ത് 6, പേജ് നമ്പർ 778. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ യാതൊരു ജീവിയും അതിൻ്റെ ഉപജീവനം അള്ളാഹു ബാധ്യതയേറ്റതായിട്ടല്ലാതെ ഇല്ല. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ, അതിൻ്റെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥാനവും അള്ളാഹു അറിയുകയും ചെയ്യുന്നു. കുല്ലും ഫി കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു രേഖയിലുണ്ട്. എല്ലാത്തരം ജീവികൾക്കും ആവശ്യമായ ഉപജീവന വസ്തുക്കൾ അള്ളാഹു സൃഷ്ടിക്കുകയും അത് തേടി സമ്പാദിക്കാനും അത് ഉപയോഗിക്കാനും വഴി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലാതെ യാതൊരു ജീവിയും ഇല്ല. ഭക്ഷണം ആവശ്യമുള്ള നിലയിൽ സൃഷ്ടിച്ചിട്ട് അത് കിട്ടാൻ മാർഗമില്ലാതെയാക്കിയിട്ടില്ല. മനുഷ്യൻ, പ്രാണി, പക്ഷി, മൃഗാദികൾ അടക്കമുള്ള എല്ലാ ജീവിവർഗത്തിനും ആഹാരത്തിന് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിൽ പ്രപഞ്ചനാഥൻ സംവിധാനിച്ചൊരുക്കിയിട്ടുണ്ട്. അത് തേടിയെടുത്ത് ഉപയോഗിക്കണമെന്ന് മാത്രം. ഒരു ജീവിക്കും ആഹാരം അതിൻ്റെ വായിലേക്ക് സ്വമേധയായി എത്തുന്നില്ല. ഏത് ജീവിയും ആഹാര സമ്പാദനത്തിനായി അധ്വാനിക്കുന്നു. മനുഷ്യനല്ലാത്ത സർവ്വജീവികൾക്കും അതിന് ആവശ്യമായ ബോധം അള്ളാഹു അതിൻ്റെ പ്രകൃതിയിൽ തന്നെ നിക്ഷിപ്തമാക്കി നൽകിയിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ കഴിവിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി അധ്വാനിക്കണം. ജനസംഖ്യ അധികമായതുകൊണ്ടാണ് ദാരിദ്ര്യം എന്നത് രക്ഷിതാവിൽ വിശ്വാസം ഇല്ലാത്തവരുടെ ചിന്താഗതിയാണ്. ഇസ്ലാം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. ഭൂമിയിലെ വിഭവങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭൂമിയിലെ സൗകര്യങ്ങളും മണ്ണും ജലവും മലിനപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ കൃഷിക്ക് ഉപയോഗിക്കാതെ വെറുതെ ഇടുകയോ ചെയ്യുന്നത് കാണാം. ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിച്ച് അധികമുള്ളത് ഒരു ഭാഗത്ത് നശിപ്പിക്കുമ്പോൾ അമിതമായ ഉപഭോഗത്തിലൂടെ നശിപ്പിക്കുന്നത് മറ്റൊരു ഭാഗത്ത് കാണാം. സമ്പത്തുകളും വിഭവങ്ങളും കുന്നുകൂട്ടി വെച്ച് അത്യാവശ്യക്കാർക്ക് പോലും കൊടുക്കാതിരിക്കുന്ന മനുഷ്യൻ്റെ ദുരയും ദുഷ്ടബുദ്ധിയും ഭയങ്കരമാണ്. ഓരോ ജീവിയും ഈ ലോകത്ത് എവിടെയാണ് താമസിക്കുന്നതെന്നും ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്നും മേലിൽ എവിടെയാണ് ഉണ്ടാകുക എന്നും അവൻ അറിയും. വ്യക്തമാക്കുന്ന രേഖ എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന സർവ്വകാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയ കിതാബിനെ സംബന്ധിച്ചാണ്. അതിൽ രേഖപ്പെടുത്താത്ത യാതൊന്നുമില്ല. ആയത്ത് 7. وهو الذي خلق السماوات والأرض في 6 أيام, 6 ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അവൻ. وكان عرشه على الماء,
അള്ളാഹുവിൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മേലെയായിരുന്നു. അള്ളാഹുവിൻ്റെ സിംഹാസനത്തെപ്പറ്റി മുമ്പും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ആ സിംഹാസനം ജലത്തിന്മേൽ ആയിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു ഉണ്ട്. അവൻ്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. പ്രമാണരേഖയിൽ അവൻ എല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അവൻ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചു. ബുഖാരി 74:18, മുസ്ലിം 26:53, അഹ്മദ് 81:25. ആ സിംഹാസനത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാത്തതുപോലെ തന്നെ പ്രസ്തുത വെള്ളത്തിൻ്റെയും രൂപം നമുക്കറിഞ്ഞുകൂടാ. എല്ലാം അള്ളാഹുവിനറിയാം. പേജ് 779. ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കർമ്മം ഏറ്റവും നല്ലവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. വല ഇൻ നിങ്ങളെ അവൻ സൃഷ്ടിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചു. വല ഇൻ ഖുൽത ഇന്നകും മബ്ഊസൂന മിൻ ബഅദിൽ മൗതി. മരണാനന്തരം പുനർജീവിപ്പിക്കപ്പെടുന്നവരാണ് നിങ്ങളെന്ന് നീ പറയുന്ന പക്ഷം ലയഖൂലന്നല്ലദീ കഫറു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. ഇത് വ്യക്തമായ ആഭിചാരം തന്നെയാണെന്ന് നിഷേധികളായിട്ടുള്ളവർ പറയുക തന്നെ ചെയ്യും. അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിക്കാൻ പോലും തയ്യാറാകാതെ കണ്ണടച്ച് തള്ളിക്കളയുന്ന സ്വഭാവക്കാർ ഇത് ആഭിചാരമാണെന്ന് പറയും. ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി തന്ത്രം പ്രയോഗിച്ചതാണെന്നും അവർ പറയും. ആയത്ത് 8. വലഇൻ അഖർനാ അൻഹുൽ അദാബ ഇലാ ഉമ്മത്തിൻ മഅദൂദത്തിൻ. നിർണയിക്കപ്പെട്ട ഒരു കാലപരിധി വരെ അവരിൽ നിന്ന് ശിക്ഷയെ നാം പിന്തിക്കുന്ന പക്ഷം ലയഖൂലുന്ന മാ യഹ്ബിസുഹു. അതിനെ തടഞ്ഞു നിർത്തുന്ന സംഗതി എന്ത് എന്ന് അവർ പറയുക തന്നെ ചെയ്യും. ഉടനടി ശിക്ഷ നടത്താതെ അവർക്കൊരു അയവ് കൊടുത്താൽ വീണ്ടും വിചാരം കൂടാതെ പരിഹാസ രൂപത്തിൽ അവർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത് തടസ്സപ്പെട്ടത് എന്ന്. അല യൗമ യഅതീഹിം ലൈസ മസ്റൂഫൻ അൻഹും. ആ ശിക്ഷ അവർക്ക് അനുഭവപ്പെടുന്ന ദിനത്തിൽ ഒരിക്കലും അവരിൽ നിന്നത് ഒഴിവാക്കപ്പെടുന്നതല്ല. അവർ പരിഹസിച്ചു കൊണ്ടിരുന്ന ശിക്ഷ അവരെ വലയം ചെയ്യുന്നതുമാകുന്നു. വന്നാൽ പിന്നെ വന്നത് തന്നെ, ഒരിക്കലും മോചനമില്ല. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 511, സൂറത്ത് ഹൂദ് ആയത്ത് 9, പേജ് 779. നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം മനുഷ്യനെ നാം ആസ്വദിപ്പിച്ചാൽ പിന്നെ നാം അത് പിൻവലിക്കുകയും ചെയ്താൽ നിശ്ചയമായും മനുഷ്യൻ വളരെ നിരാശനും വളരെ നന്ദി കെട്ടവനുമായിരിക്കും. പരീക്ഷണാർത്ഥം മനുഷ്യനുള്ള അനുഗ്രഹങ്ങളിൽ അള്ളാഹു മാറ്റം വരുത്തിയാൽ അത് തൻ്റെ കർമ്മദോഷം നിമിത്തമാണെന്ന് മനസ്സിലാക്കി കുറ്റം സംബന്ധിച്ച് ഖേദിച്ചു മടങ്ങുന്നതിന് പകരം നിരാശപ്പെടുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യും. പേജ് 780, ആയത്ത് 10. അവനെ ബാധിച്ച ദുരിതങ്ങൾക്ക് ശേഷം നാം അവനെ അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ ദുരിതങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോയെന്ന് അവൻ പറയുന്നതാകുന്നു. നിശ്ചയമായും അവൻ സന്തോഷപ്രമത്തനും ദുരഭിമാനം പ്രകടിപ്പിക്കുന്നവനുമാണ്. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാതെ തൻ്റെ മേന്മയും യോഗ്യതയുമാണെന്ന് സന്തോഷപൂർവ്വം അഭിമാനം പറയും. ആയത്ത് 11. ഇല്ലല്ലദീന സ്വബറു വഅമിലു സ്വാലിഹാത്തി. സഹനം അവലംബിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ അവർ അഭിമാനം പറയുകയില്ല, സന്തോഷം പരിധി വിട്ട് പ്രകടിപ്പിക്കുകയുമില്ല. ഭക്തിപൂർവ്വം അള്ളാഹുവിന് നന്ദി പറയും. ബാധ്യതകൾ നിറവേറ്റാൻ അനുഗ്രഹത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയുടെ കാര്യം ആശ്ചര്യകരം തന്നെ. അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും. അവനൊരു സന്തോഷം ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കും, അപ്പോൾ അതവന് ഗുണമായിത്തീരുന്നു. അവനൊരു ദുരിതം ബാധിച്ചാൽ അവൻ ക്ഷമ കാണിക്കുകയും ചെയ്യും, അപ്പോൾ അതും അവന് ഗുണമായിത്തീരുന്നു. ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ലാത്തതാണ്. ബുഖാരി 76:92. ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അവർക്കാകുന്നു പാപമോചനവും മഹത്തായ പ്രതിഫലവും. ആയത്ത് 12. ഫലഅല്ലക താരികും ബഅദമാ യൂഹാ ഇലൈക്. എന്നാൽ നിനക്ക് വഹി നൽകുന്നതിൽ ചിലത് നീ വിട്ടുകളയുന്നവനായേക്കുമോ. അത് നിമിത്തം നിന്റെ ഹൃദയം പ്രയാസം അനുഭവിക്കുന്നവനും അയക്കുമോ.
അൻ യഖൂലു ലൗലാ ഉൻസില അലൈഹി കൻസുൻ ഔ ജാഅ മഅഹു മലക്, അദ്ദേഹത്തിന് ഒരു നിധി ഇറക്കപ്പെടാത്തതെന്ത് എന്ന് അവർ പറയുമെന്നതിനാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മലക്ക് വരാത്തതെന്ത്. മുശ്രിക്കുകൾ വളരെ മോശമായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ദൃഷ്ടാന്തങ്ങൾ കാണിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യൽ പതിവായിരുന്നല്ലോ. സ്വന്തം ആവശ്യങ്ങൾക്കും ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയും ചെലവഴിക്കാൻ തക്കവണ്ണം അള്ളാഹു നബിക്ക് ധാരാളം ധനം കൊടുക്കാത്തതെന്ത്, നബിയോടൊപ്പം ഒരു മലക്ക് വരാത്തതെന്ത്, ഇങ്ങനെ പല അസംബന്ധങ്ങളും അവർ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് മനപ്രയാസം ഉണ്ടാവുകയോ അവർ ആക്ഷേപിക്കുമെന്നോ പരിഹസിക്കുമെന്നോ കരുതി ചില വിഷയങ്ങൾ വിട്ടുകളയോ നീട്ടിവെക്കുകയോ ഒരിക്കലും ഉണ്ടായിക്കൂടാ. വഹ്യ് തരുന്നത് മുഴുവനും അപ്പോൾ തന്നെ പ്രബോധനം ചെയ്തേ പറ്റൂ. ആളുകൾ സ്വീകരിക്കാത്തതിനെ പറ്റിയോ തോന്യാസങ്ങൾ പറയുന്നതിനെ കുറിച്ചോ വിഷമിക്കേണ്ട. ഇന്നമാ അന്ത നദീർ, നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. പേജ് 781. പ്രബോധനം ചെയ്യേണ്ട ബാധ്യത മാത്രമേ ദൈവദൂതനുള്ളൂ. ജനങ്ങളുടെ മേൽ അധികാരം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അള്ളാഹു എല്ലാ സംഗതികൾക്കും ഭരമേൽപ്പിക്കപ്പെടേണ്ടവനാകുന്നു. മുറപ്രകാരം അവനെ ഏൽപ്പിച്ചാൽ അവൻ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതാകുന്നു. ആയത്ത് 13. അം യഖൂലൂന ഇഫ്തറാഹ്, അദ്ദേഹം അത് സ്വയം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത്? ഖുൽ ഫഅതു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ, പറയുക, ഇതുപോലെയുള്ള കെട്ടിച്ചമക്കപ്പെട്ട 10 അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ. വദഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് കഴിയുന്നവരെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുക. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ നേരി പറയുന്നവരാണെന്നുണ്ടെങ്കിൽ. ഈ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കെട്ടിച്ചമച്ചതാണെന്നും പലരും സഹായിച്ചിട്ടുണ്ടെന്നുമൊക്കെ അവർ വാദിക്കുന്നത് ശരിയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇതുപോലെയൊന്നും ഉണ്ടാക്കിക്കൂടാ? സാഹിത്യത്തിൽ വലിയ കഴിവുള്ളവരാണല്ലോ അവർ. അതിൽ മത്സരിച്ച് വിജയം നേടിയവർ അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. പ്രവാചകനാകട്ടെ അങ്ങനെയുള്ള മത്സരങ്ങളിലൊന്നും തീരെ പങ്കെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, എഴുത്തും വായനയും അറിയില്ല. അതോടുകൂടി നാളിതുവരെ ഒരു കളവ് പറഞ്ഞിട്ടില്ലെന്നും അവർക്കറിയാം. മനുഷ്യരുടെ പേരിൽ കളവ് പറയാത്തവൻ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുമോ? അവരുടെ ഇടയിൽ തന്നെയല്ലേ അദ്ദേഹം ജീവിച്ചു വളർന്നത്. എന്നിട്ടും അവർ ഇങ്ങനെ വാദിക്കുന്നുവെങ്കിൽ ഇതിന് കിടപിടിക്കുന്ന നിലയിൽ 10 സൂറത്തുകൾ നിങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഖുർആൻ അവരെ വെല്ലുവിളിക്കുന്നത്. നിയമങ്ങളും തത്വങ്ങളും ഉപദേശങ്ങളും ചരിത്രങ്ങളും ഭാവിയെ സംബന്ധിച്ച പ്രവചനങ്ങളും ഇതിൽ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. ഇതുപോലെ 10 അധ്യായങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെയോ മറ്റാരെയെല്ലാം നിങ്ങൾക്ക് ക്ഷണിക്കാൻ കഴിയുമോ അവരെയെല്ലാം നിങ്ങൾ സഹായത്തിന് ക്ഷണിച്ചുകൊള്ളുക. ആയത്ത് 14. ഫഇല്ലം യസ്തജീബൂ ലക്കും, എന്നാൽ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകാത്ത പക്ഷം ഫഅലമു അന്നമാ ഉൻസില ബിഇൽമില്ലാഹി, അതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അറിവനുസരിച്ചാണത് ഇറക്കപ്പെട്ടതെന്ന് നിങ്ങൾ അറിയുക. അള്ളാഹു കാര്യങ്ങൾ ശരിക്ക് അറിഞ്ഞിട്ട് തക്ക സമയങ്ങളിൽ ആവശ്യമായത് ഇങ്ങോട്ട് ഇറക്കിക്കൊടുത്തതാണിത്. അള്ളാഹു ഇറക്കിക്കൊടുത്തതാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പലതും ചോദിക്കലും എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, വഹി വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് പറയലും അങ്ങനെ വഹി ഇറങ്ങലും പതിവായിരുന്നു. വഅൻ ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരാധനയ്ക്ക് അവകാശിയായി അവനല്ലാതെയില്ല എന്നും നിങ്ങൾ അറിയുക. അതായത് അവരാരുടെയും സഹായം നിങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ 10 സൂറത്തുകൾ ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതുമില്ല എങ്കിൽ പിന്നെ ഒരു സംശയത്തിനും കാരണമില്ല. ഇത് അള്ളാഹുവിൻ്റെ വചനം തന്നെയാണ്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അറിവാണിത്. അതോടുകൂടി നിങ്ങളുടെ ഇലാഹുകളൊന്നും ഇലാഹാകാൻ തരപ്പെട്ടവരല്ല എന്നും വ്യക്തമായി. ഫഹൽ അൻതും മുസ്ലിമൂൻ, അതിനാൽ നിങ്ങൾ മുസ്ലിങ്ങളാകുന്നുവോ? ഇനി നിങ്ങൾക്ക് ഒരു കാരണവും പറയാനില്ല, എല്ലാ സംശയവും തീരും. ഇനി നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ മഹാനഷ്ടം തന്നെ.